ഇതൊരു ഫാൻറ്റസി ഡ്രാമയാണ്. നമ്മുടെ ലോകത്ത് പ്രഗ്നൻ്റ് ആവുന്നത് പെൺകുട്ടികളാണ്. അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. അതുപോലെ ഇവരുടെ വേൾഡിൽ പ്രഗ്നൻ്റ് ആവുന്നത് മെയിൽസ് ആണ്. അതും പ്രത്യേക തരം കാറ്റഗറിയിൽ പെട്ട ഒരാൾക്കാരാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അതായത് ഒമേഗ, ബേറ്റ, ആൽഫ അങ്ങനെയുള്ള മെയിൽസ് ആണ് പ്രഗ്നൻ്റ് ആവുന്നത്. അവിടെ അവർക്കതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇവിടെ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നത്, അതുപോലെ തന്നെ അവിടെ പ്രഗ്നൻ്റ് ആവുന്നത് ആൺകുട്ടികളാണ്. അങ്ങനെ ഈ ഡ്രാമയിൽ ഇവനാണെങ്കിൽ വളരെ ടയേർഡായിട്ടും അതുപോലെ അവൻ്റെ ഫേസൊക്കെ നല്ല പെയിലായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അവനെ കൊണ്ട് വെജിറ്റബിൾ ജ്യൂസൊക്കെ കുടിപ്പിക്കുകയാണ് നിർബന്ധിച്ച്. അത് കുടിക്കുന്ന സമയത്ത് അവൻ വോമിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ വളരെ ടയേർഡായിട്ടും എപ്പോഴും സ്ലീപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ബോഡി ഗാർഡിന് സംശയം തോന്നിയിട്ട് ഇവൻ്റെ പാർട്ട്ണറോട് പറയുന്നുണ്ട്, നിൻ്റെ പാർട്ട്ണർ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, കാരണം അതിൻ്റെ സിംറ്റംസൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൻ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് അവൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി അവിടെ ഉപേക്ഷിച്ചിട്ട് അവനെ കാണാൻ വേണ്ടി പോയി അവനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അവനെ അന്നത്തെ ദിവസം തൊട്ട് അവനെ നല്ല രീതിയിൽ അവൻ നോക്കുന്നുണ്ട്. അവൻ്റെ ഹെയറൊക്കെ ഡ്രൈ ആക്കി കൊടുക്കുക, അവന് അതുപോലെ തന്നെ ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടീ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ അവന് കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവൻ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുന്നുണ്ട്. അവനും ഈ കെയറിങ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓരോ മൂമെൻറ്റും അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവന് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അവൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി അവൻ്റെ പാർട്ട്ണർ നന്നായിട്ട് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.